ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും അടിപൊളിയല്ലേ? കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റായിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് ഒരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദൂര സ്ഥലത്തേക്കൊന്നുമല്ല, എറണാകുളത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്. നമുക്കൊന്ന് കടമക്കുടിയിലേക്കൊന്ന് പോയാലോ? കടമക്കുടിന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല അത്രയ്ക്ക്. ഞാനിവിടെ വന്നിട്ട് ഒരു 3 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞു. ഒരു 4 ഇയർ ഒക്കെ ആവാറായി എറണാകുളത്ത് കൊച്ചിയിൽ വന്നിട്ട്. അപ്പോൾ ഒരു 2 ഇയർ മുമ്പ് ഞാൻ ഈ കടമക്കുടീനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കടമക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കുറേ വെള്ളമാണ് അവിടുത്തെ മെയിൻ ഐറ്റം. നല്ല ഭംഗിയാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ പറയാം. ഞങ്ങൾ ഇറങ്ങിയത് ഒരു ഒരു ഈവനിങ് അല്ല, ഒരു ഉച്ചര ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത്. ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. 3 മണിക്കൊക്കെ ഇറങ്ങി കുഴിമന്തി കഴിക്കാമെന്ന് വെച്ചു. ഞാനിപ്പോൾ മന്ത്ലി ഒരു പ്രാവശ്യമൊക്കെ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ കഴിക്കാറുള്ളൂ. മീൻസ് ലഞ്ച്, ആ ഒരു വലിയ ഹെവി മീൽസ് അത് കഴിക്കാറുള്ളൂ. മാക്സിമം അങ്ങനെ ആക്കിയിട്ടുണ്ട്. വേറെ സ്പെസിഫിക് റീസണൊന്നും ഇല്ല. അങ്ങനെ ഹോംലി ഫുഡ് കൂടുതലും കഴിക്കാന്നുള്ള പ്രിഫറൻസ് കൊണ്ടും പിന്നെ നമ്മൾ അധികം പൈസ ചിലവാക്കണോ എന്നുള്ള ഒരു തോട്ട് കൊണ്ടും അങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ മാസം സാലറി കിട്ടിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ മന്തി കഴിക്കാമെന്ന് ചോദിച്ചു. എൻ്റെ ഫേവറേറ്റ് ഫുഡൊന്നും അല്ല മന്തി. എനിക്ക് അത്ര ഇഷ്ടം ആണെന്ന് വെച്ചാൽ അത്ര വലിയ ഇഷ്ടമല്ല. ഞാൻ ബിരിയാണി ഫാനാണ് മന്തിനേക്കാളും കൂടുതൽ. പക്ഷെ വല്ലപ്പോഴും കഴിക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് മന്തിയിൽ എന്താന്ന് ഞാൻ ഒരു ദിവസം മന്തി കഴിക്കാൻ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇതിൽ കറിയൊന്നും ഇല്ലല്ലോ, കറി ഇല്ലാതെ എങ്ങനെയാ മന്തി കഴിക്കുന്നതാണ്. നമുക്ക് ബിരിയാണി എന്ന് പറയുമ്പോൾ മസാലയുണ്ട്, പിന്നെ അതുപോലെ സാലഡ് ഉണ്ട്, അച്ചാർ, അതൊക്കെ ഉണ്ടല്ലോ. ഇതിൽ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഫസ്റ്റ് കുറേ നാൾ മുമ്പ് മന്തി വന്ന ടൈമിൽ പോയപ്പോൾ, അന്നേരം കുഴിമന്തി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അൽഫാം മന്തിയൊക്കെ പിന്നെ വന്നതാണ്. അന്നേരം കുഴിമന്തിയാണ് കഴിച്ചത്. ഇപ്പോൾ പിന്നെ അങ്ങനെ വല്ലപ്പോഴേ ഞാൻ മന്തി കഴിക്കാറുള്ളൂ. അത്ര ഫേവറേറ്റ് ഫുഡ് അല്ലാത്തതുകൊണ്ട് വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു മന്തി കഴിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ മന്തി കഴിക്കാമെന്ന് വെച്ചിട്ടു ഇവിടെ തന്നെയുള്ള ഒരു ഫേമസ് മന്തി കടയിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി വിചാരിക്കുന്നു, അവിടെ നൈറ്റൊക്കെ പോകുമ്പോൾ അവിടെ എന്തോ ഒരു തിരക്കായിരിക്കുമോ. കൂടുതലും ബോയ്സാണ് ഉണ്ടാവുക നൈറ്റിലൊക്കെ. പിന്നെ കുറേ നല്ല തിരക്കായിരിക്കും. നമ്മൾ ഉച്ചക്കൊക്കെ നമ്മൾ ചോറിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യല്ലേ കല്യാണ വീട്ടിലൊക്കെ, അതുപോലെ തിരക്കായിരിക്കും രാത്രിയൊക്കെ. ഞാൻ വിചാരിച്ചത് കല്യാണ വീടോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, അത്രയും തിരക്കാണ്. പക്ഷെ അതുകൊണ്ട് അവിടെ ഭയങ്കര സ്പെഷ്യൽ മന്തി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. ഉച്ചക്ക് പോയി സീറ്റ് കിട്ടാൻ കുറേ നിന്നു. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ എന്താ അവിടെ ഇരുന്നു, ആരും വരുന്നില്ല, എന്തൊക്കെയൊക്കെയോ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ കുറേ കഴിഞ്ഞ് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും സമയമായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന്. വിശന്ന് പണ്ടാരടങ്ങി തന്നെ പറയാം, അത്രയും വിശപ്പായിരുന്നു. എന്നിട്ട് അവസാനം വന്നപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ആക്രാന്തം കൊണ്ട് വിശന്നിട്ട് വാരി വലിച്ച് കുറച്ച് കഴിച്ചു. എപ്പോഴും കഴിക്കുന്നതിനേക്കാളും കുറച്ച് ക്വാണ്ടിറ്റി അധികം കഴിച്ചു വിശന്നതുകൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നേരെ കടമക്കുടിയിലേക്ക് വിട്ടു. കുറച്ച് ഒരു മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ മഴയില്ല, എന്നാലും ഒരു മഴക്കാറില്ലേ എന്ന് ചോദിച്ചാൽ മഴക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു പോകാൻ, വെയിലൊന്നും കൊള്ളാതെ. നല്ല സുഖത്ത് തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് പോകാൻ നല്ല രസമായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഞാൻ അപ്പം നേരത്തെ കഥ ഒന്നുകൂടി പറയാം അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഞങ്ങൾ പോയത് 2 വർഷം മുമ്പ് പോയത് നല്ല വെയിലുള്ള ഒരു സമയത്തായിരുന്നു. ഒരു ഉച്ചക്കൊക്കെയാണ് പോയത്. അപ്പോൾ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയൊന്നും അങ്ങനെ ഉച്ചക്ക് പോയത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ വലിയ കാര്യങ്ങളുള്ളതുപോലെയോ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെതായ ഒരു കാര്യങ്ങളും ഇല്ല. കടകൾ പോലും അങ്ങനെ ഇല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതിലായിരുന്നു നിന്നത്. ഇനിയിപ്പോൾ വെയിലത്ത് പോയത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ ഇല്ല, ആ ടൈം ഇത്രയും ആ സ്ഥലം അത്രയും ഫേമസ് ആയിട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇൻസ്റ്റയിലൊക്കെ വന്നു, കടമക്കുടി അത്ര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, മറ്റേ ഡ്രോണിൻ്റെ ഒക്കെ വിഷ്വൽസ് ഒക്കെ വന്നു മുകളിൽ നിന്നുള്ള. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. കാരണം ഇങ്ങനെ റോഡ്, അതിന് ചുറ്റും വെള്ളം, അപ്പുറം ഇപ്പുറം വെള്ളം, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇത്തവണ ഞങ്ങൾ പോയപ്പോൾ അവിടുന്ന് ഒരു
5 കിലോമീറ്ററോളം ഇതിങ്ങനെ വെള്ളമാണ്. റോഡിൻ്റെ 2 സൈഡിലും കംപ്ലീറ്റ്ലി വെള്ളം. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഞങ്ങൾ ആ 5 കിലോമീറ്റർ വെറുതെ ബൈക്ക് ഓടിച്ചു, എങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നോക്കിയപ്പോഴേ എന്തോരാൾക്കാരാന്നാ. പിന്നെ ഞാൻ വിചാരിച്ചത് നമ്മൾ പണ്ട് വന്നിട്ടുള്ള സ്ഥലമാണോ ഇതെന്താ ഇത്രയും ആൾക്കാർ എന്നുള്ള ഭയങ്കര ഞെട്ടലായിപ്പോയി. ആൾക്കാർ, കടകൾ, കുറേ എന്തൊക്കെയൊക്കെയോ മാറ്റങ്ങൾ. ആൾക്കാരൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു, കുറേ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നു. പാർക്ക് ചെയ്യാനാണെങ്കിൽ സ്ഥലവും പോലും ഇല്ല. കുറേ ആൾക്കാർ ഒരു സൈഡിലൂടെ ഇങ്ങനെ അങ്ങ് നടന്നു പോകുന്നു. അപ്പോൾ കുറേ പേര്. അപ്പം ഞാൻ അതിശയിച്ചു പോയി, അന്ന് ഞങ്ങൾ വന്ന സ്ഥലമാണോ എന്ന്. എന്നിട്ട് ഞങ്ങൾ ആ 5 കിലോമീറ്റർ ഫുള്ള് ബൈക്കിൽ ഇങ്ങനെ 5 കിലോമീറ്റർ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ, അങ്ങനെയാണ് എനിക്ക് അറിഞ്ഞത്. അപ്പോൾ ആ ലാസ്റ്റ് എൻഡിങ് വരെ പോയി. എൻഡിങ് പോയപ്പോൾ അവിടെ ഒരു കടയൊക്കെ വന്നേക്കുന്നു, ടീ ഷോപ്പൊക്കെ 1-2 അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു എന്നാൽ പിന്നെ ഇനി തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. ഒരു സ്ഥലത്ത് പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ കുറേ കറങ്ങി അടിച്ച് നടന്നു. അവിടെയൊക്കെ നടന്ന് കണ്ടു, കുറേ വീഡിയോസ് എടുത്തു. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോഡിൻ്റെ സൈഡാണ്, റോഡിൻ്റെ തൊട്ട് സൈഡിൽ അവിടെ ഇൻ്റർലോക്ക് ചെയ്തേക്കുന്ന അവിടെയാണ് ഇങ്ങനെ സീറ്റ് പോലെ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വിഷ്വൽസൊക്കെ കാണാമായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു, ഫാമിലി, ഫ്രണ്ട്സ്, കുറേ ആൾക്കാരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ, അതുപോലെ ഈ ഡ്രോണും ഉണ്ടായിരുന്നു, ഡ്രോണിൻ്റെ വിഷ്വൽസ് എടുക്കുന്നതും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, പിന്നെ കയാക്കിംഗ് ഉണ്ടായിരുന്നു. കയാക്കിംഗ് ഞാൻ വരുമ്പോഴേ കണ്ടു. അന്ന് പോയ ടൈമിൽ കയാക്കിംഗ് ഒന്നും അത്രയും ഇല്ലായിരുന്നു, ഇല്ലാന്ന് തന്നെ പറയാം, ആൾക്കാർ അത്രയും ഇല്ലാത്തതുകൊണ്ടേ. പക്ഷെ ഇപ്പം കയാക്കിങ്ങിനൊക്കെ എന്തോരം ആൾക്കാരാണെന്നറിയോ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു, കുറേ വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. കുറേ നല്ല നല്ല ഭംഗിയായിരുന്നു അവിടെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഒരു നൈറ്റൊക്കെ ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടീ ഷോപ്പ്, അവിടെ പോയി ചായ കുടിച്ചു. ചായയും പിന്നെ സ്നാക്സും കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്കൊക്കെ വന്നു. അപ്പോൾ അത്രയ്ക്കാണ് ഉള്ളത് എൻ്റെ കടമക്കുടി വ്ളോഗിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞതിലും കണ്ടതിലും വെച്ചിട്ട് സ്ഥലം ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.